നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കാൻ വേണ്ടി അതിനുള്ള സമയവും സന്ദർഭവും ആയിട്ടുണ്ട്. നേരം കാത്തിരിക്കാൻ ഇനി അധികമില്ല എന്നുള്ള സന്ദേശങ്ങളാണ്. അടയാളങ്ങൾ ഏതായാലും പറഞ്ഞതുപോലെ സംഭവിക്കുമല്ലോ. പിന്നെ ഇപ്പൊ അതിലൊന്നും കാര്യമായി വേറെ ചിന്തിക്കാനും മനസ്സിലാക്കാനൊന്നും ഇല്ല എന്ന രീതിയിലല്ല അതൊന്നും നാം കാണേണ്ടത്. നാം അനുഭവിക്കുന്ന ആഖിറുസമാനിലെ അടയാളങ്ങളും വരാനിരിക്കുന്ന വൻ അടയാളങ്ങളും വലിയ അടയാളങ്ങളുമൊക്കെ നമുക്ക് ഒരുങ്ങാനുള്ള സമയം വർദ്ധിച്ചിട്ടുണ്ട്, എപ്പോഴോ ആയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ആ ഒരുക്കത്തെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങൾ ചോദിച്ച ഒരു ചോദ്യമാണ് കൈഫ അൻഅമു വസ്വാഹിബുൽ ഖർനി യൽതഖിമു ഫീഹി. ഞാൻ എങ്ങനെ സുഖിക്കാനാണ് ഈ ദുനിയാവിൽ വിളംബരപ്പെടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമയം പാർത്തിരിക്കാൻ തുടങ്ങിയിട്ട് സമയമായി, നാളേറെയായി. എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത്? ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങളെയും തകർക്കാനും തരിപ്പണമാക്കാനുമുള്ള ഓർഡർ വരുന്നത് എപ്പോഴാണ് എന്ന് മഹാനവറുകൾ കാത്തിരിക്കുന്നു എന്നതുകൊണ്ട് എനിക്കിവിടെ സുഖിക്കാൻ യാതൊരു ചാൻസും ഇല്ല. പരിമിതമായ സുഖങ്ങൾ മാത്രം ഉപയോഗിച്ച് ജീവിക്കുകയാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ച ധാരാളം അടയാളങ്ങൾ അനുദിനം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടുതൽ കൂടുതൽ ഉണരുകയും യഥാർത്ഥ ജീവിതത്തിന് വേണ്ടി, പാരത്രിക മോക്ഷത്തിന് വേണ്ടി അധ്വാനങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിൽ എപ്പോഴും ജാഗരൂകരുമായി തീരണമെന്നുള്ള സന്ദേശം ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകേണ്ടതാണ്. റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഭൂമിയിലൂടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് ഭരണം ഉറപ്പിച്ച് നീതിയും സന്തോഷവും സമാധാനവും സ്ഥാപിച്ച് മസീഹുദ് ദജ്ജാലിനെ വകവരുത്തി സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നത്, ഇനി ഞാൻ ഒരു വിഭാഗത്തെ നിങ്ങളുടെ അടുത്തേക്ക് ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കുമായി നിയോഗിക്കുന്നുണ്ട്. പക്ഷേ അവരെ എതിർക്കാനും വകവരുത്താനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ അതിന് പരിശ്രമിക്കരുത്. വിശ്വാസികളെയുമായിട്ട് ഒതുങ്ങിക്കൂടാൻ കഴിയുന്ന കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടുക, താമസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു കൽപ്പന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പുറപ്പെടുവിക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഉള്ള വിശ്വാസികൾ കേന്ദ്രീകരിക്കുന്ന നേരത്തെ പറഞ്ഞ ആ പ്രദേശങ്ങൾ, വിശുദ്ധമായ മക്കയും മദീനയും ബൈത്തുൽ മഖ്ദിസും അടങ്ങുന്ന പ്രദേശങ്ങളിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ, വിശ്വാസികൾ അവിടെ കേന്ദ്രീകരിക്കും. യഅ്ജൂജ് മഅ്ജൂജ് അതിന്റെ പുറപ്പാട് പറയുന്നതിന്റെ മുമ്പ് അവർ ആരാണെന്നും എന്താണ് അവരുടെ അവസ്ഥ എന്നും വിശുദ്ധ ഖുർആനിലൂടെ വിശദമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാത്രിയിലും ഓതൽ സുന്നത്തുള്ള സൂറത്തുൽ കഹ്ഫിൽ മുൻഗാമികളിൽ ഭൂമിയിൽ വലിയ ഭരണം നടത്തിയ ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവനുമായി ബന്ധപ്പെടുത്തി ആ സംഭവം അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. സുമ്മാത്ബഅ സബബ, ദുൽഖർനൈൻ ചക്രവർത്തി മറ്റൊരു വഴിക്ക് പ്രവേശിച്ചു. 3 യാത്രകളാണ് ദുൽഖർനൈൻ രാജാവിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലതയുള്ള തിളക്കമാർന്ന 3 വിഷയങ്ങളെപ്പറ്റി സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് പറയും. അതിൽ അവസാനം പറഞ്ഞൊരു 3ാമത്തെ റൂട്ട്, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിൽ ഒരു വടക്കോട്ട് പ്രവേശിച്ചുകൊണ്ട് മഹാനവറുകൾ 3ാമത്തൊരു മേഖലയിലേക്ക് തിരിഞ്ഞപ്പോൾ ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ, 2 പർവ്വതങ്ങൾക്കിടയിൽ, 2 ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ അതെവിടെയാണ് എന്ന് വിശദീകരിച്ചിടത്ത് തുർക്കിയിൽ നിന്ന് കിഴക്ക് ഭാഗത്തിന്റെ അങ്ങേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന 2 ഉയർന്ന പർവ്വതങ്ങൾ എന്ന് തഫ്സീറുകളിൽ എഴുതി കാണുന്നുണ്ട്. ജബലാനി ആലിയാനി ഫി മുൻഖത്തി അർളി തുർക്ക് മിമ്മാ യലിൽ മശ്രിഖ്, കിഴക്കിനോടടുത്ത് തുർക്കിയുടെ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോഴുള്ള ഭൂമി ആയിരിക്കില്ല. അത് ഒരുപാട് യാത്ര നടത്തി മഹാനവറുകൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ്. 2
ഉയർന്ന പർവ്വതങ്ങൾക്ക് നടുവിലെത്തിയപ്പോൾ അവിടെ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. ആ രണ്ട് പർവ്വതങ്ങളുടെ പിറകിലായി മഹാനവർകൾ എത്തിച്ചു ഒരു കൂട്ടം ആളുകളെ. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. അവരുടെ സംസാരം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് മൊത്തത്തിൽ അവരുടെ സംസാരം മനസ്സിലാകൂല. കാരണം അവരുടെ ഭാഷ ആർക്കും പരിചയമില്ലാത്ത ഭാഷയാണ്. ബഹുമാനപ്പെട്ടവർ ഇത് മനസ്സിലാക്കിയത് പിന്നെ എങ്ങനെ? ലാ യകാദൂന യഫ്ഖഹൂന. മനസ്സിലാക്കണമെങ്കിൽ നന്നായി പരിശ്രമിക്കണം. ഓരോന്നും കേട്ട് 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 ശീലമാക്കണം. അങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാകൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആർക്കും തിരിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ദുൽഖർനൈൻ രാജാവിനെ തിരിഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. അതിന് ലോകത്തെല്ലാവർക്കും തിരിയുന്ന ഒരു ഭാഷയുണ്ടല്ലോ, ആംഗ്യ ഭാഷ. അങ്ങനെയുള്ള ഭാഷയിലൂടെ, കാരണം അതിന് തഫ്സീറിൽ പറയുന്ന ഉദാഹരണം കമാ യഫ്ഹമുൽ ബുക്മു, സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ ഗ്രഹിക്കും പോലെ എന്നാണ്. അവരെങ്ങനെയാ ഗ്രഹിക്കല്? ആംഗ്യത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും. തല കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും കാണിക്കുന്ന ആംഗ്യങ്ങൾ, കണ്ണുകൊണ്ടൊക്കെ, അതിലൂടെ ചില കാര്യങ്ങൾ വേഗം സംസാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മനസ്സിലാവും. പക്ഷെ ഇവര് പറയുന്നുണ്ടോ എന്ന് വെച്ചാൽ പറയുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാകുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ നാട്ടിൽ നിന്ന് മറുനാട്ടിലേക്ക് പോയാൽ തന്നെ ചില വാക്കുകളൊന്നും നമുക്ക് പിടുത്തം കിട്ടൂല. സത്യത്തിൽ അതും മലയാളമായിരിക്കും. വേറെ തീരെ പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക്, കേരളത്തിന്റെ മറ്റേ അറ്റോ ഈ അറ്റോ ഏതെങ്കിലും അറ്റത്തേക്ക് പോയാലും അങ്ങനെ തന്നെ അവസ്ഥ. നമ്മളെ സംബന്ധിച്ച് പുറത്തുനിന്ന് ഒരാൾ വന്നാലോ തീരെ മനസ്സിലാകൂല. ഇവർക്ക് സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവര് ദുൽഖർനൈൻ രാജാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ദുൽഖർനൈൻ ഇന്ന യജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള് ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു എന്ന്, അല്ലെങ്കിൽ അവരുടെ ഭാഷ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പരിഭാഷകൻ അവിടെ ഉണ്ടായിരുന്നു, ആ പരിഭാഷകന്റെ സഹായത്തിലൂടെ മനസ്സിലാക്കി എന്നും വിവക്ഷിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞു അങ്ങനെയല്ല, ദുൽഖർനൈൻ രാജാവിന് മനസ്സിലാകും, ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാകൂല. കാരണം ലോകം ചുറ്റി കറങ്ങി ഭരിച്ച രാജാവായതുകൊണ്ട് എല്ലാ ഭാഷയും പിടിപാടുണ്ട്. അല്ലാഹു തആല വലിയ സൗകര്യം നൽകിയ മഹാനാണ് ദുൽഖർനൈൻ ചക്രവർത്തി. ഒരു രാജാവിന്റെ പോസ്റ്റിൽ കണ്ടാ പോരാ, അല്ലാഹു തആല വിലായത്തിന്റെ പദവി നൽകി. വലിയാണ് എന്നതിൽ തർക്കമില്ല, നബിയാണോ അല്ലേ എന്നുള്ള വിഷയത്തില് പക്ഷാന്തരമുണ്ട്. വലിയ സ്ഥാനമുള്ള മഹാനാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കാറ്റിനെ വാഹനമാക്കി കൊടുത്തു. ദുൽഖർനൈൻ ചക്രവർത്തിയുടെ വാഹനം മേഘമായിരുന്നു. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർള് വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. ഭൂമിയിൽ എവിടെയും ഏത് സമയത്തും സഞ്ചരിക്കാനുള്ള കഴിവും ശേഷിയും മഹാനവറുകൾക്ക് നൽകിയിരുന്നു. ആ മക്കന്നാ ലഹു ഫിൽ അർള് എന്ന് പറഞ്ഞതിൽ ഭാഷയും ഉൾപ്പെട്ടിട്ടുണ്ട്. സൗകര്യങ്ങൾ നമ്മൾ നൽകിയിരുന്നു. സൗകര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ് ഭാഷ, അതും നൽകി. മഹാനവറുകൾ ഈ ആളുകൾ വന്ന്, ഈ ആളുകൾ അവരോട് പറഞ്ഞു, ഇവിടെ യജൂജ് മഅജൂജ് എന്ന സമൂഹമുണ്ട്. രണ്ട് ഗോത്രക്കാരാണ് അവർ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കളിൽ നിന്നാണ് ലോകത്ത് എല്ലാ ഭാഗങ്ങളിലും മനുഷ്യർ വ്യാപിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ, കപ്പലിൽ കയറിയ വിശ്വസിച്ച മക്കൾ 3 എണ്ണമാണ്: സാമ്, ഹാമ്, യാഫിസ്. അതിൽ യാഫിസിനെ സംബന്ധിച്ചാണ് ഗ്രന്ഥങ്ങളിലൊക്കെ അബുത്തുർക്ക്, തുർക്കികളുടെ പിതാവ് എന്ന് പറയുന്നത്. ആ യാഫിസിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മൾ ഇന്ന് പറയുന്ന യജൂജ് മഅജൂജ് വിഭാഗം. രണ്ട് ഗോത്രമാണ്, രണ്ട് വിശാലമായ ഗോത്രം. നമ്മൾ സാധാരണ ഔസ് ഖസ്റജ് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് വിശാലമായ ഗോത്രം, അത്രയല്ല, പരിധി കൂടുതലുണ്ട്. ആ രണ്ട് ഗോത്രങ്ങൾ, അവരുടെ സ്വഭാവമാണ് ഈ ദുൽഖർനൈൻ ചക്രവർത്തിയോട് പരാതിയായി പറയുന്നത്. മുഫ്സിദൂന ഫിൽ അർളി, ഭൂമിയിൽ നാശകാരികളാണ്. ഈ പറയുന്ന നല്ല ആൾക്കാർ, സ്വാലിഹീങ്ങളായ ആൾക്കാർ ദുൽഖർനൈൻ ചക്രവർത്തിയോട് പറയുന്നത്, ഞങ്ങളെ അടുത്തേക്ക്, ഞങ്ങളെ നാട്ടിലേക്ക് താമസിക്കുന്നിടത്തേക്ക് വന്നാൽ കുഴപ്പമില്ലാതെ വേറൊന്നും ഉണ്ടാക്കില്ല. നാശം പിടിച്ചവരാണ്. എന്തൊക്കെ നശിപ്പിക്കും? തക്കം കിട്ടിയാൽ ആദ്യം തന്നെ കൊന്നുകളയും. പിന്നെ അവിടെയുള്ള ഞങ്ങളുടെ പാർപ്പിടങ്ങൾ, കൃഷികൾ എല്ലാം നശിക്കും. നല്ല വസന്തകാലമാകുമ്പോ ഉണ്ടാകുന്ന നല്ല കായ്ക്കനികളും ഫലങ്ങളുമെല്ലാം മുഴുവനും അവർ എടുത്ത് പറിച്ച് വലിച്ചു കൊണ്ടുപോകും. ഇനി ഏതെങ്കിലും ഒന്ന് ഉണങ്ങി നിൽക്കുന്നുണ്ടോ അതും കൊണ്ടുപോകും. ചിലപ്പോഴൊക്കെ വന്ന്
ഭക്ഷ്യവസ്തുക്കളൊന്നും കിട്ടാത്ത നേരത്താണെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആടുമാട് ഒട്ടകങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്മാരെ പിടിച്ചുകൊണ്ടോ ഭക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ കുഴപ്പം ചെയ്യുന്ന ഈ ആളുകളെ ഒന്ന് ഞങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു മറയുണ്ടാക്കി തരണം. ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ. നിങ്ങൾക്ക് ഞങ്ങൾ വല്ല പാരിതോഷികവും തരാം, അല്ലെങ്കിൽ വല്ല കൂലിയും തരാം, ശമ്പളവും തരാം. ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദ. ഞങ്ങൾക്കും അവർക്കും ഇടയിൽ നല്ലൊരു കെട്ടുറപ്പുള്ള മറയുണ്ടാക്കും. ഇനി അവരുടെ അക്രമം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അപ്പൊ മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഈനൂനി ബിഖുവ്വ. നിങ്ങൾ എനിക്ക് ശമ്പളം തരണ്ട. അള്ളാഹു എനിക്ക് തന്ന സൗകര്യം നിങ്ങൾ തരുന്നതിനേക്കാളും ഖൈറുൻ ഉത്തമമാണ്. റബ്ബ് തആല എനിക്ക് തന്ന ചില തംകീൻ സൗകര്യങ്ങളുണ്ട്. ഭൂമിയുടെ ഏത് ഭാഗങ്ങളിൽ ഏതെല്ലാം വസ്തുക്കൾ കിടപ്പുണ്ട് എന്ന് അള്ളാഹു തആല എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗപ്പെടുത്തി എനിക്ക് നല്ല ഭിത്തിയും മറയുണ്ടാക്കി തരാൻ കഴിയും. പക്ഷെ നിങ്ങളെ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കണം. ഫഈനൂനി ബിഖുവ്വ. നിങ്ങളുടെ കഴിവും പ്രാപ്തിയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങളിൽ എന്നോട് സഹകരിക്കണം. എന്നാൽ അജ്അൽ ബൈനകും വബൈനഹും റദ്മ. അവർക്കും നിങ്ങൾക്കും ഇടയിൽ നല്ല ഒരു ഭിത്തി, നല്ല കെട്ടുറപ്പുള്ള ഒരു മറ ഞാൻ ഉണ്ടാക്കി തരും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ആതൂനി സുബറൽ ഹദീദ്. നിങ്ങൾ എനിക്ക് കൊണ്ടുവരേണ്ടത് ഹദീദിന്റെ കട്ടകളെയാണ്, ഇരുമ്പിൻ കട്ടകൾ. അത് കൊണ്ടുവരണം. ഇരുമ്പിൻ കട്ടകൾ ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടുമെന്ന് അവർ ചോദിച്ചു. മഹാനവർകൾ പറഞ്ഞു, അതിന് ഞാൻ സ്ഥലം കാണിച്ചു തരാം. ആ സ്ഥലത്ത് നിങ്ങൾ പോയി കുഴിച്ചെടുത്താൽ ഇരുമ്പും തൊട്ടപ്പുറത്ത് തന്നെ ചെമ്പും ലഭിക്കും. അത് നിങ്ങൾ കഷ്ണങ്ങളാക്കി, ഒന്നാകെ കൊണ്ടുവരാൻ കഴിയില്ല, കഷ്ണങ്ങളാക്കി വെട്ടിയെടുത്തും കൊണ്ട് കൊണ്ടുവരും. സുബറൽ ഹദീദ്, ഇരുമ്പിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ അവർ കൊണ്ടുവന്നു. പറഞ്ഞ രീതിയിൽ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് അവർ കുഴിച്ചു. നല്ല നല്ല വലിയ വലിയ കഷ്ണങ്ങൾ നോക്കി കുഴിച്ച്, വലിയ വലിയ ഇരുമ്പിൻ കഷ്ണങ്ങൾ. നല്ല ആരോഗ്യമുള്ള സമൂഹമാണ്. അവര് ചുമന്ന് ഓരോരുത്തരായി ചുമന്ന് കൊണ്ടുവന്ന് അവിടെ മഹാനവർകൾ ഈ രണ്ട് പർവ്വതത്തിന്റെ രണ്ട് ഇടയിലുള്ള ഒരു ഭാഗം, അതാണ് മറച്ചു കെട്ടുന്നത്. രണ്ട് മലകൾക്കിടയിലുള്ള ഭാഗം. ആ ഭാഗത്ത് 100 ഫർസഖ് എന്ന് കിതാബിൽ പറയുന്നു. അത്രത്തോളം അടിയിലേക്ക് കുഴിച്ചു. 100 ഫർസഖ് തന്നാല് 1ഉം 2ഉം 10ഉം 100ഉം കിലോമീറ്റർ അല്ല. ഒരു 10-16 ഫർസഖന്നെ 132, 8-9 ഫർസഖന്നെ 132 കിലോമീറ്റർ വരും. അങ്ങനെ കൂട്ടി നോക്കുമ്പോ എത്രയോ ആഴത്തിൽ തറ കെട്ടാനാണ്. അങ്ങനെ കുഴിച്ച് വെള്ളം ഉത്ഭവിക്കുന്ന അത്രയും അടിഭാഗത്തേക്ക് കുഴിച്ചു. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കൂലേ, ആധുനിക യുഗത്തിലെ ഉപകരണങ്ങൾക്ക് ഈ രൂപത്തിൽ ഭൂമിന്റെ ഏറ്റവും വലിയ അടിയിലേക്ക് കുഴിക്കാൻ കഴിയുള്ളൂ. അമ്പിയാക്കളെ ഔലിയാക്കളെ കഴിവ് പോലെ അമല് പോലെ ലോകത്ത് ആർക്ക് ചെയ്യാൻ കഴിയില്ല സഹോദരങ്ങളെ. എത്രയോ വലുപ്പമുള്ള വൻ മതിലാണ് ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം റെഡിയായി കൊടുത്തു. മണ്ണെടുത്ത് കുഴച്ചിട്ടൊന്നുമില്ല. ഒളിഞ്ഞു വീഴാൻ ഉദ്ദേശിക്കുന്ന, അതിനു വേണ്ടി തയ്യാറാകുന്ന നല്ലൊരു മതില്. ആ മതില് ഫഅഖാമഹു നേരാക്കി കൊടുത്തു. പെട്ടെന്ന്. അത് ചെറിയൊരു മതിലല്ല, നല്ല ഉയരവും ആഴവുമുള്ള മതിലാണ്. അത് മഹാനവർകൾ ശരിയാക്കി പെട്ടെന്ന് ലെവലാക്കി കൊടുത്തു. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത്, 1ഉം 2ഉം 10ഉം ആളുകളെ കൊണ്ട്, 100 ആളുകളെ കൊണ്ട് കുറെ ദിവസം എടുപ്പിക്കേണ്ട ഒരു പണി ഇത്ര പെട്ടെന്ന് ചെയ്തു തീർക്കുമ്പോ ലൗ ശിഅത ലത്തഖൽത അലൈഹി അജ്റ. അത്ര വലിയ പണിയെടുത്തു, എന്തെങ്കിലൊക്കെ ഒരു കൂലി ചോദിക്കാമായിരുന്നു, ഭക്ഷണം കഴിക്കാൻ. മൂന്നാമത്തെ ഈ ചോദ്യം ചോദിച്ചപ്പോ ഇനി ചാൻസ് ഇല്ല. ചാൻസ് ഇനി നമ്മൾ കൂടെ പോന്നാ ശരിയാവില്ല. ഞങ്ങളെ കൂടിയില്ല, നിങ്ങൾ എന്റെ കൂടിയില്ല, രണ്ടു പോയി. പക്ഷെ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനും അള്ളാഹു ഭക്ഷണം നൽകിയിട്ടുണ്ട്, ഭക്ഷണം ഇറക്കി കൊടുത്തിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ഖദർ അലൈഹി സ്വലാമിനും ഡയറക്റ്റ് അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുത്തവർ കഴിച്ചിട്ടുണ്ട്. നമ്മളെ വിഷയം അവിടെയല്ല. ആ വലിയ മതില് എത്ര പെട്ടെന്നാണ് മഹാനവറുകൾ പണി തീർത്തു കൊടുത്തത്. അവരെ പണി എങ്ങനെയാണ്? അതുപോലെ ഹൈസ്പീഡിൽ എടുക്കാൻ കഴിയുന്ന ഒരു ഉപകരണവും നാട്ടിലില്ല. എത്ര ആഴത്തിലേക്കാണ് കുഴിച്ച് ആ രണ്ട് മലകൾക്കിടയിലുള്ള എട എന്ന് പറയുന്നത് തന്നെ 3 മൈലുണ്ട്. 3 മൈല്, മൈലീസല്ല, മൈലീസൊക്കെ വ്യത്യാസമുണ്ട്. 3 മൈല്. ആ 3 മൈൽ ഉള്ള സ്ഥലം 100 ഫർസഖ് തായോട്ട് കുഴിച്ച്, അങ്ങനെ അതിന്റെ തറ നല്ല കല്ലും ഉരുക്കിയ ചെമ്പും, കളിമണ്ണിന് പകരം ചെമ്പ് ഉരുക്കിയിട്ട് കല്ലിൽ ഫിറ്റാക്കി കൊടുത്തു. എന്നിട്ട് അതിന്റെ മേലെ ഈ ഇരുമ്പിന്റെ ഓരോ കഷ്ണങ്ങൾ കൊണ്ടുവന്നു വെച്ചു. ഓരോ 2 കഷ്ണങ്ങൾക്കിടയിലും
മഹാനവറുകൾ വിറക് കത്തിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കി വെച്ചു. വിറക് കത്തിക്കാനും ഓരോ ഇരുമ്പുകൾക്ക് ചൂട് പിടിക്കാനൊക്കെ നല്ലോണം ചൂട്ട് പഴുത്തിങ്ങനെ നിൽക്കണം. ആ രൂപത്തിൽ അതിനെ മുകളിലേക്ക് ഹത്താ ഇദാ സാവാ ബൈന സ്വദഫൈൻ, രണ്ട് ഭാഗങ്ങൾക്കിടയിലുള്ള ആ വിടവ് അതങ്ങോട്ട് സമമായി മുകളിലേക്കെത്തി, മലമുകളിലേക്കെത്തി റെഡിയായപ്പോ മഹാനവറുകൾ പറഞ്ഞു ഹത്താ ഇദാ സാവാ ബൈന സ്വദഫൈൻ ഖാലം ഫുഹു, ഊതി കത്തിക്കാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ഉയരവും വീതിയും പറഞ്ഞിടത്ത് ഈ മറയുടെ ഈ കെട്ടിയുണ്ടാക്കിയതിന്റെ ഉയരം 200 മുഴമാണ്, വീതി 50 മുഴമാണ്. എന്നിട്ട് ചുറ്റുഭാഗത്തും അടിഭാഗത്തൊക്കെ നല്ലോണം ചൂടാക്കാൻ ഊതി കത്തിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ വെച്ച് പണിക്കാരോട് പറഞ്ഞു ഉംഫുഹു, എല്ലാവരും ഊതാൻ. എങ്ങനെയാ ഊതുന്നത്? ഈ ഇരുമ്പിൻ കഷ്ണങ്ങൾ അതിനിടയിൽ നമ്മളെ കൊല്ലപ്പണിക്കാരുടെ ഒലോക്കില്ലേ ഇരിക്കുന്നത്, അതേപോലത്തെ ഉപകരണങ്ങൾ ഘടിപ്പിച്ചു വെച്ച് ഇരിക്കുക. അങ്ങനെ ഹത്താ ഇദാ ജഅലഹു നാറൻ, ഈ ഇരുമ്പിൻ കഷ്ണങ്ങൾ മുഴുവനും ശരിക്കങ്ങോട്ട് തീയായി മാറി. നാറെന്ന അഥവാ ശരിക്ക് ചൂടുള്ള തീ, കണ്ടാല് ഇങ്ങനെ തീക്കട്ട പോലെ രൂപത്തിലും ചൂടിലും അതേ രൂപത്തിലായപ്പോ ഖാല ആതൂനി ഉഫ്രിഗ അലൈഹി ഖിത്റാ, ഇനി ആ നല്ലോണം ഉരുക്കിയെടുത്ത ചെമ്പുണ്ട് ഈയം, അത് കൊണ്ടുവരും, ഇതിന്റെ മുകളിലൂടെ ഒഴിക്കട്ടെ. മുകളിലൂടെ ഒഴിച്ചിട്ട് ആ ഇരുമ്പിൻ കഷ്ണങ്ങൾക്കുള്ള ഇടയിലൂടെ ഉള്ള ഗ്യാപ്പുകളൊക്കെ അടക്കാണ്, ഇറ്റാക്കാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സിമന്റും കളിമണ്ണൊക്കെ തേക്കുന്ന സ്ഥലത്താണ് ഈ ഉരുക്കിയ ഈയം കൊണ്ട് ഇരുമ്പിൻ കഷ്ണങ്ങളെ ജോയിന്റ് ആക്കുന്നത്. എന്നിട്ട് പിന്നെ മുകളിൽ നിന്ന് താഴോട്ടും ഒന്നുകൂടി ഒഴിക്കും. അപ്പോ ഇത് മിനുസമായി, ലെവലായി, എവിടെയും പിടിക്കാനുള്ള ഒരു പഴുതുണ്ട്, പിടിച്ചു കയറാൻ പഴുതുണ്ട്. ആ രൂപത്തിൽ അങ്ങോട്ട് ശരിയാക്കി ഒരൊറ്റ ഇരുമ്പിൻ കട്ട പോലെ, ഒരൊറ്റ ഇരുമ്പ് പോലെ മൊത്തം അങ്ങോട്ട് ഈയം ഉരുക്കി ഒഴിച്ച് റെഡിയാക്കി മഹാനവറുകൾ മിനുസമാക്കി നല്ല രൂപത്തിൽ അവിടെ കെട്ടിപ്പടുത്തുയർത്തി വെച്ചു. അതിന് ഈ പറഞ്ഞ സമൂഹത്തെ സഹായത്തിന് വിളിച്ചു, പരാതി പറഞ്ഞ ആളുകൾ. എന്നിട്ട് അവിടെ അവരിൽ നിന്ന് ഇവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഈ വലിയ ഭിത്തി ഉണ്ടാക്കിക്കൊണ്ടു. ആ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഈ വലിയ സമൂഹം, അവരെ പറ്റി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവര് ചില്ലറക്കാരല്ല, വിവിധ തരം ആളുകളുണ്ട്. ചിലരുടെ നീളം, പലവിധം ആൾക്കാരുണ്ട്. ചിലരുടെ നീളം 120 മുഴമാണ്. ചില ആൾക്കാരെ 120 മുഴം എന്ന് പറഞ്ഞാൽ ഈ ടൗണിൽ എത്ര ഉയരമാണ്? ഇതിപ്പോ ഈ കാണുന്ന എത്ര മുഴ ഉണ്ടാവും? 5 മുഴ ഉണ്ടാവും ഏകദേശം. അപ്പൊ ഒരു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നീളം 60 അല്ലേ? ഇത് അതിന്റെ ഇരട്ടിയാണ് 120 എന്ന് പറഞ്ഞാൽ. അത് ഒരു വിഭാഗം. വേറൊരു വിഭാഗം ആളുകൾ അവരുടെ പിന്നെ ഓരോ ഭാഗത്തുള്ള കവിൾ തന്നെയുണ്ട് 2, 3 ഒക്കെ മുഴം കവിൾ തന്നെ. അതിനനുസരിച്ച് ശരീരത്തിന്റെ നീളവും മറ്റും വ്യത്യാസമുണ്ട്. വേറൊരു വിഭാഗം കിബാറുൽ ആദാൻ, വലിയ ചെവിയുള്ളവർ, കാതുള്ളവർ. 2 ഭാഗത്തും ഒരു കാത് വിരിക്കും, മറ്റേ കാത് കൊണ്ട് പൊതുക്കും. അത്രയും വിശാലമായ വീതിയുള്ളവരാണ്. അതിനനുസരിച്ച് അവരെ ശരീരം മൊത്തം മറക്കുന്ന രോമങ്ങളാണ്. ഈ രോമം കൂടിയാൽ തന്നെ, ദജ്ജാലിനെ പറ്റി പറഞ്ഞാൽ രോമം കൂടിയാൽ തന്നെ മനുഷ്യനെ കണ്ടാൽ തന്നെ ഒരറുപ്പും വെറുപ്പും പേടിയൊക്കെ ഒന്നായിട്ട് മൊത്തം താഴെ മുതൽ ഒന്നായിട്ട് മറക്കുന്ന രോമങ്ങൾ. ആ രോമങ്ങളാണ് ചൂടും തണുപ്പും അവർക്ക് കാവൽ നൽകുന്നത്. ആ രോമങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ, നാൽക്കാലികളുടെ ശരീരത്തിലുള്ള രോമങ്ങളില്ലല്ലോ. മഴ എത്ര അവർ കൊള്ളുന്നു, എന്നിട്ട് ആർക്കെങ്കിലും ജലദോഷം, പനിയും, എത്ര മഴ കൊള്ളുന്നു, എത്ര ചൂടുള്ള വെയിലത്ത് മേയുന്നുണ്ട്. പക്ഷെ ആ രൂപത്തിൽ ഇവർക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുകയാണ്. ഇതന്നെയാണ് ഇവരെ മറ എന്ന് പറഞ്ഞാൽ പ്രത്യേക വസ്ത്രധാരണം ഒന്നുമില്ല. ചെന്നായ്ക്കൾ ശബ്ദിക്കുന്നത് പോലെ ശബ്ദിക്കും. മൃഗങ്ങൾ വേഴ്ച നടത്തും പോലെ ലൈംഗിക വേഴ്ച നടത്തും. അവരുടെ കൈകളുടെ നഖങ്ങളൊക്കെ ഒരു പ്രത്യേക നഖങ്ങളാണ്. മാന്തി പിളർത്താൻ പറ്റുന്ന നല്ല ഉളി പോലെയുള്ള നഖങ്ങൾ. അതുപോലെ അവരുടെ വായകളിലുള്ള തേറ്റകളും, ആ തേറ്റകൾ ഇങ്ങനെ ഒന്ന് മറ്റൊന്നിനോട് കൂട്ടിമുട്ടിയാൽ ഒരു പ്രത്യേക ശബ്ദം കേൾക്കാൻ പറ്റും. ഹറക്കത്തിൽ ജർസി ഫി ഹുലൂഖിൽ ഇബിൽ, ഒട്ടകത്തിന്റെ കഴുത്തിലൊക്കെ കിട്ടുന്ന, ആടിന്റെ കഴുത്തിലൊക്കെ കിട്ടുന്ന ഒരു മേട്ടം മേടിയാൽ ഒരു മണിമുഴങ്ങുന്ന ശബ്ദമുണ്ട്, അതുപോലെ ശബ്ദം ഉണ്ടാവും. ചില്ലറ പല്ലൊന്നാവില്ല, ചില്ലറ തേറ്റയാവൂല. ലാ യമുറൂന ബിഫീലിൻ വലാ ജമലിൻ വലാ വഹ്ശിൻ വലാ ഖിൻജീർ ഇല്ലാ കലു. അവർക്ക് ആന, ഒട്ടകം, കാട്ടിലെ മൃഗങ്ങൾ, പന്നി, ഏത് കിട്ടിയാലും കുഴപ്പമില്ല, അതൊക്കെ അവർ ഭക്ഷിക്കും. എന്തും ഭക്ഷിക്കും. അതിനവരൊരുക്കാണ്. ഇനി കുറച്ചൊക്കെ വിശപ്പ് കൂടുതലാണെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളെയും ഭക്ഷിക്കും. പ്രാണികളെ ഭക്ഷിക്കും, തേളുകളെയും പാമ്പുകളെയും ഭക്ഷിക്കും.
അങ്ങനെയുള്ള ഒരു വിഭാഗം. എവിടെങ്കിലും